9 മാസം പ്രായമായ കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയതായി കണ്ടെത്തൽ. വിറ്റതും വാങ്ങിയതും തമിഴ്നാട് സ്വദേശികൾ. 16 വയസ്സുകാരനെ പീഡിപ്പിച്ച CPM നേതാവിനെതിരെ പോക്സോ കേസ്. സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ പോലീസുകാർക്ക് ജാമ്യം. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ഒൻപത് മാസം പ്രായമായ കുഞ്ഞിനെ 1.5 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയതായി കണ്ടെത്തൽ. ഞെട്ടിപ്പിക്കുന്ന സംഭവം മലപ്പുറം തിരൂരിൽ. കുഞ്ഞിനെ വിറ്റവരും വാങ്ങിയവരും തമിഴ്നാട് സ്വദേശികൾ. കുഞ്ഞിനെ തിരൂർ പോലീസ് വീണ്ടെടുത്തു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചിരിക്കുകയാണ്. ശിവദാസ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 9 മാസം പ്രായമായ കുഞ്ഞിനെയാണ് വിറ്റതും വാങ്ങിയവരും തമിഴ്നാട് സ്വദേശികൾ. പോലീസ് കേസെടുത്തു. മറ്റു നടപടികൾ എന്തൊക്കെയാണ്? ഇന്നാണ് ഈ 5 പേരെയും തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് 9 മാസം പ്രായമായ കുഞ്ഞിനെ വിറ്റത്. 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റതായാണ് പോലീസ് പറയുന്നത്. ഈ കുഞ്ഞിനെ വിറ്റവരും വാങ്ങിയവരും എല്ലാം തന്നെ തമിഴ്നാട് സ്വദേശികളാണ്. ഇവർ ഇവിടെ തിരൂരിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. വാടകയ്ക്ക് താമസിച്ച് തിരൂരും സമീപ പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ. കുഞ്ഞിന്റെ അമ്മ കീർത്തന, രണ്ടാനച്ഛൻ ശിവ, കുട്ടിയെ വാങ്ങിയ ആദിലക്ഷ്മി, ഇടനിലക്കാരായ സെന്തിൽകുമാർ, പ്രേമലത എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. സെന്തിൽകുമാർ, പ്രേമലത ദമ്പതികളാണ് ഇതിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചത്. കുഞ്ഞിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പറയുന്നതും അത്തരത്തിലാണ്. ഇവർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തിരൂരിന് സമീപത്തുള്ള സ്ഥലത്താണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അവിടെ ഇവർ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഇവരുടെ കൈവശം ഈ 9 മാസം പ്രായമായ കുഞ്ഞ് ഉണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ ക്വാർട്ടേഴ്സിനോട് ചേർന്ന് താമസിക്കുന്ന അയൽവാസികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 2 ദിവസമായി കുഞ്ഞിനെ കാണാനില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. പിന്നീട് തിരൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് തിരൂരിലെ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കുഞ്ഞിനെ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഈ ദമ്പതികളെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് അവർ ഈ വിവരം പറഞ്ഞത്. കുഞ്ഞിനെ വിൽക്കുകയാണ് ചെയ്തത്, 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പോലീസ് കൂടുതൽ അന്വേഷിച്ചു. അന്വേഷണത്തിലാണ് ഈ മറ്റ് ഇടനിലക്കാരായ ആളുകളെയും എല്ലാം തന്നെ കുഞ്ഞിനെ വാങ്ങിയ ആളെയും മറ്റ് വിൽപ്പനയ്ക്ക് സഹായിച്ച ഇടനിലക്കാരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. അതിനുശേഷം ഈ 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ പോലീസ് സ്വീകരിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ അമ്മ ഈ കുട്ടികൾ തന്നെയാണോ എന്ന DNA ടെസ്റ്റ് അടക്കം അടുത്ത ദിവസം പരിശോധന നടത്തും. കുഞ്ഞിനെ പോലീസ് രക്ഷിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കുഞ്ഞ് ശിശു പരിപാലന കേന്ദ്രത്തിൽ സുരക്ഷിതയാണ്. 9 മാസം പ്രായമായ പെൺകുഞ്ഞാണ്. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൻസൂർ എന്ന് വിളിക്കുന്ന ജാർഖണ്ഡ് സ്വദേശിയാണ് മരിച്ചത്. ഇയാളോടൊപ്പം താമസിച്ചിരുന്ന ദമ്പതികൾ മൻസൂറിന്റെ മരണശേഷം കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തോട്ടത്തിലെ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ജോലിക്കെത്താത്തതിനെ തുടർന്ന് എസ്റ്റേറ്റ് സൂപ്പർവൈസർ നടത്തിയ തെരച്ചിലിലാണ് വീടിനുള്ളിൽ മൻസൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾക്കൊപ്പം താമസിച്ചു വന്നിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ കാണാതായതോടുകൂടി എസ്റ്റേറ്റ് സൂപ്പർവൈസർ മറ്റുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മരിച്ചയാൾക്കൊപ്പം താമസിച്ചിരുന്ന ദമ്പതികൾ കോട്ടയത്തേക്കുള്ള യാത്രയിലാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഇവരെ ഉപ്പുതറയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 7 മാസം മുമ്പാണ് ജാർഖണ്ഡ് സ്വദേശികളായ സുനിൽ, ഭാര്യ മതി എന്നിവർ നെടുങ്കണ്ടത്തെ തോട്ടത്തിൽ ജോലിക്കായി എത്തിയത്. തുടർന്ന് മൻസൂറിനെയും ഇവർ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിലെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ താഴെ ഒരു ഭായി മരിച്ചു കിടക്കുന്നു, കൂടെയുള്ളവരെ കാണാനും ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വന്നതാണ്. വന്നപ്പം പുള്ളി മരിച്ചു. കൂടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. 7 മാസം കണ്ടായിരുന്നു. അവർ 3 പേരെ ഉള്ളായിരുന്നു. ജാർഖണ്ഡ്. കാണാതെ പോയ സുനിലും മതി അവര് കൊണ്ടുവന്ന ഈ പുള്ളിയെ. കസ്റ്റഡിയിലുള്ള ദമ്പതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മരിച്ച മൻസൂറിന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. ജനം
ഇടുക്കി. ഇടുക്കി തങ്കമണിക്ക് സമീപം പാണ്ടിപ്പാറയിൽ വാറ്റുചാരായവും വാറ്റുപകരണങ്ങളുമായി 2 പേർ പിടിയിലായി. തങ്കമണി എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മേഖലയിൽ വ്യാപകമായി വാറ്റുചാരായം വിറ്റിരുന്ന സംഘമാണ് പിടിയിലായത്. പാണ്ടിപ്പാറ കൈനാനിപ്പാറ സ്വദേശിയായ രതേഷ്, സഹായി, പ്രതീഷ് എന്നിവരെയാണ് തങ്കമണി എക്സൈസ് സംഘം വാറ്റുചാരായവും വാറ്റുപകരണങ്ങളുമായി പിടികൂടിയത്. രതീഷിന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു വാറ്റുചാരായ നിർമ്മാണം നടന്നിരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. ഇവരിൽ നിന്നും 12 ലിറ്റർ ചാരായവും പിടികൂടി. ഏതാനും ദിവസങ്ങളായി ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. മേഖലയിൽ വ്യാപകമായി ചാരായ വിൽപ്പന നടത്തിയിരുന്ന സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. നമുക്ക് ഇന്നേ ദിവസം ഓഫീസിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിട്ടാണ് നമ്മൾ ഈ ഒരു തങ്കമണി വില്ലേജിൽ പാണ്ടിപ്പാറ ദേശത്ത് ഈ വാറ്റുചാരായം നിർമ്മിക്കുന്നുണ്ടെന്നുള്ള ഒരു രഹസ്യവിവരം ലഭിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മഫ്തിയിൽ കുറച്ച് പാർട്ടീനെ വിട്ട് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു രഹസ്യവിവരം സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ചെന്ന് നോക്കിയതിൽ ഒരു 12 ലിറ്ററോളം വാറ്റുചാരായവും പിന്നെ മറ്റു വാറ്റുപകരണങ്ങളും കണ്ടുവരാൻ സാധിച്ചു. ഈ കേസിൽ ഇപ്പോൾ 2 പ്രതികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു രതീഷും ഒരു പ്രതീഷ് എന്ന പേരായിട്ട് 2 പ്രതികളാണ് നിലവിൽ ഈ കേസിൽ നമുക്ക് പ്രതികളായിട്ടുള്ളത്. സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നും എക്സൈസ് സംഘം അന്വേഷണം നടത്തി വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ അറസ്റ്റിലായ പോലീസുകാർക്ക് ജാമ്യം. വിജിലൻസ് വിഭാഗത്തിലും സിറ്റി കൺട്രോൾ റൂമിലും ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായ ഷൈജിത്ത്, സനിത്ത് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. പുതിയ ഒളിസങ്കേതം തേടിപ്പോകുന്നതിനിടെ താമരശ്ശേരിയിൽ വെച്ച് കാറിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. മലാപ്പറമ്പിൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചു നടന്ന പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് വിഭാഗത്തിലും സിറ്റി കൺട്രോൾ റൂമിലും ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായ ഷൈജിത്ത്, സനിത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരി കൊരങ്ങാട് നിന്ന് സുഹൃത്തിന്റെ കാറിൽ സഞ്ചരിക്കവെയാണ് പോലീസുകാർ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ പ്രതികളായ പോലീസുകാർക്ക് ജാമ്യം ലഭിച്ചു. പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസുകാരെ കേസിൽ പ്രതി ചേർക്കുകയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. പുതിയ ഒളിസങ്കേതം തേടി പോകുന്നതിനിടെ താമരശ്ശേരിയിൽ വെച്ച് കാറിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന പ്രതിയായ വയനാട് സ്വദേശി ബിന്ദു അടക്കമുള്ള 9 പ്രതികൾ നേരത്തെ കേസിൽ അറസ്റ്റിലായിരുന്നു. ജനം, കോഴിക്കോട്. 16 വയസ്സുകാരനെ പീഡിപ്പിച്ച CPM നേതാവിനെതിരെ പോക്സോ കേസ്. തൃശൂർ മാള ലോക്കൽ കമ്മിറ്റി അംഗം PA ഷാജിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതേസമയം കേസെടുത്ത പോലീസിനെതിരെ CPM സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. 16-കാരനെ പീഡിപ്പിച്ച കേസിൽ CPM മാള മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നിലവിലെ ലോക്കൽ കമ്മിറ്റി അംഗവുമായ PO ഷാജിക്കെതിരെയാണ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥി പൂജാക്കടയിൽ നിന്നും പണം കവർന്നുവെന്ന് ആരോപണമുണ്ടായിരുന്നു. ഇത് ഒത്തുതീർപ്പാക്കാമെന്ന വ്യാജേനയാണ് ഷാജി വിദ്യാർത്ഥിയെ സമീപിച്ചത്. തുടർന്നാണ് പ്രകൃതിവിരുദ്ധ പീഡനം നടന്നത്. സംഭവം വിവാദമായതോടെ CPMലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പീഡനത്തിനിരയായ വിദ്യാർത്ഥിക്ക് പാർട്ടി നേതാക്കൾ വലിയ തുക നൽകാമെന്ന് ഓഫർ നൽകിയതായും ആക്ഷേപമുണ്ട്. എന്നാൽ നാട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചതോടെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷാജിക്ക് വേണ്ടി പാർട്ടിയുടെ ഉന്നതർ അടക്കം പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് വിവരം. ഒളിവിൽ പോയ ഇയാൾ പാർട്ടി സംരക്ഷണയിലാണ് ഉള്ളതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഷാജിക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചതിനെക്കുറിച്ച് അടക്കം അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ജനം, തൃശൂർ. കൈക്കൂലി കേസിൽ ഉൾപ്പെട്ട ED ഉദ്യോഗസ്ഥനെ മേഘാലയയിലേക്ക് സ്ഥലമാറ്റം. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഷില്ലോങ് സബ് സോണൽ ഓഫീസിലേക്കാണ് മാറ്റിയത്. ശേഖർ കുമാറിനെതിരെ EDയുടെ ആഭ്യന്തര അന്വേഷണവും നടക്കുകയാണ്. ED കൊച്ചി സോണൽ ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെ ശ്രീനഗറിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയെങ്കിലും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. കേസൊതുക്കാൻ ഇടനിലക്കാർ വഴി കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചെന്ന വിജിലൻസ് കേസിൽ 1-ാം പ്രതിയാക്കിയ ED കൊച്ചി സോണൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ ED ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ട്. സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ശേഖർ കുമാറിനെയും ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെയും സ്ഥലം മാറ്റിയത്. ഡൽഹി ED ഡയറക്ടറേറ്റിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത്.
ശേഖർകുമാറിനെ ഷില്ലോങ് സബ് സോണൽ ഓഫീസിലേക്കും പി രാധാകൃഷ്ണനെ ശ്രീനഗർ സോണൽ ഓഫീസിലേക്കുമാണ് മാറ്റിയത്. 2 വ്യത്യസ്ത ഉത്തരവുകളിലാണ് സ്ഥലം മാറ്റങ്ങൾ. കഴിഞ്ഞയാഴ്ച ഇറങ്ങിയ സ്ഥലം മാറ്റ പട്ടികയിൽ ഉൾപ്പെട്ട പി രാധാകൃഷ്ണൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് താൽക്കാലിക സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. ശേഖർകുമാറിനെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നാണ് പുറത്തിറങ്ങിയത്. കൈക്കൂലി കേസിൽ വിജിലൻസ് 1-ാം പ്രതിയാക്കിയെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ശേഖർകുമാറിനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിന്റെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയാണ് വിജിലൻസ് അന്വേഷണം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പി രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ഡയറക്ടറായി ചെന്നൈയിലേക്ക് മാറ്റിയിരുന്നു. വീണ്ടും തിരികെ കൊച്ചിയിലേക്ക് എത്തിയ പി രാധാകൃഷ്ണൻ അന്വേഷണ യൂണിറ്റുകളിൽ ഒന്നിന്റെ ചുമതല വഹിക്കുകയായിരുന്നു. ജനം, കൊച്ചി. കോഴിക്കോട് കുറ്റ്യാടിയിൽ സ്ത്രീകളുടെ ശുചിമുറി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതിന് പിടിയിലായ അസ്ലമിനെതിരെ നിസ്സാര വകുപ്പ് ചുമത്തിയത് രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമെന്ന് BJP. നിസ്സാര വകുപ്പ് ചുമത്തിയതിനാലാണ് അസ്ലമിന് ജാമ്യം ലഭിച്ചത്. CPMന്റെ ഇടപെടൽ മൂലമാണോ പ്രതിക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയതെന്ന് അന്വേഷിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. അരീക്കര ലാബ് നടത്തിപ്പുകാരൻ അടുക്കത്തെ അരീക്കര മുഹമ്മദ് അസ്ലമിനെയാണ് യുവതിയുടെ ശുചിമുറി ദൃശ്യം പകർത്താൻ ശ്രമിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലാബിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതി കുളിമുറിയിൽ പോയപ്പോൾ ജനലിനടുത്തായി മൊബൈലുമായി ഒരാളെ കണ്ട് ബഹളം വെച്ചു. ഇതോടെ പരിസരത്തുണ്ടായിരുന്നവർ ഓടിക്കൂടി. തുടർന്ന് സ്ഥലത്തെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് മൊബൈലുമായി അസ്ലം പോകുന്നത് കണ്ടത്. തുടർന്ന് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ പ്രതിക്കെതിരെ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയതെന്നും അതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണെന്നും BJP കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് OP മഹേഷ് ആരോപിക്കുന്നു. CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടി, ഈ കേസിനെ വഴിമാറ്റാൻ വേണ്ടി ഇടപെട്ടിട്ടുണ്ടോ എന്നത് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടതെന്നത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട അസ്ലമിനെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP ലാബിലേക്ക് മാർച്ച് നടത്തുകയും ലാബ് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. പ്രതിക്കെതിരെ കർശന വകുപ്പുകൾ ചേർത്ത് നിയമ നടപടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും BJP വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. ഇന്നത്തെ കാക്കി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.